ഡാ, നിന്റെ പരിഷ്കാരമൊന്നും അവിടെ വേണ്ട. റാഹേൽ അവൻ്റെ ബാക്കിൽ ഒരെണ്ണം കൊടുത്തു. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അവൻ ചിരിയോടെ അവളിൽ നിന്നും അകന്നു. ജാൻ, ഞാൻ ജെറി. ഇത് എൻ്റെ മമ്മിയുടെ ഒരേ ഒരു അനിയത്തി, എൻ്റെ കൊച്ചാമി. ഞാൻ UK-യിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ മമ്മി ആൻഡ് ഡാഡി നേരത്തെ അങ്ങ് കർത്താവിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. നമ്മുടെ വല്യപ്പച്ചനാണ് എന്നെ ഏറ്റെടുത്ത് നാട് കടത്തിയത്. അല്ല, എവിടെ എൻ്റെ ഗോഡ് ഫാദർ? അവൻ ചിരിയോടെ അകത്തേക്ക് ചാടിക്കയറി. റാഹേൽ കണ്ണുകൾ നിറച്ചുകൊണ്ട് അമ്പരന്ന് നിൽക്കുന്ന ജാൻവിയെ നോക്കി. എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നതും സംസാരിക്കുന്നതും എന്തിനാണെന്നറിയോ മോളെ? അവൻ അനാഥനായതിൽ ഒരു വിഷമവും ഇല്ലെന്ന് കാണിക്കാനാ. അവർ ഇടറിയ സ്വരത്തോടെ അവളെ നോക്കി. എൻ്റെ ചേച്ചി സ്നേഹിച്ചൊളിച്ചോടിയതാ. നല്ല ജീവിതമായിരുന്നു അവർക്ക്. ചേട്ടന് ബിസിനസ്സായിരുന്നു. ജെറിമോന് 2 വയസ്സായപ്പോഴാ അവൾ എന്നെ ഒന്ന് കാണാൻ തന്നെ വന്നത്. പിന്നെ ഒരു ഉത്സവമായിരുന്നു. കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച വർഷങ്ങൾ. പെട്ടെന്നൊരു ദിവസം ചേച്ചി ജെറിമോനെയും കൊണ്ട് ഇവിടേക്ക് വന്നു. ഒരാഴ്ച മോനെ ഇവിടെ നിർത്തണം, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ദുബായ് വരെ പോവുകയാണെന്ന് പറഞ്ഞു. എനിക്കത് സംശയമൊന്നും തോന്നിയില്ല. അങ്ങനെ സംശയിക്കാൻ കാരണമൊന്നും കണ്ടതുമില്ല. ചേച്ചി പോയി 3-ാം നാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ. വീട്ടിൽ മരിച്ച നിലയിൽ ചേച്ചിയും ചേട്ടനും. പിന്നീടാണ് അറിഞ്ഞത് ബിസിനസ്സൊക്കെ പൊളിഞ്ഞു, ആകെ കടത്തിലായെന്ന്. അപ്പച്ചൻ ജെറിമോനെ എങ്ങും വിട്ടില്ല. ഇവിടെ എൻ്റെ 2 മക്കളായി അവർ വളർന്നു. മോൻ MBA എടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ജെറിക്ക് അക്കൗണ്ടായിരുന്നു ഇഷ്ടം. അവൻ നല്ലൊരു കമ്പനിയിൽ ജോലി ശരിയാക്കിയത് അപ്പച്ചനാ. കേസിൽപ്പെട്ട ചേട്ടൻ്റെ സ്വത്തൊക്കെ അപ്പച്ചൻ തിരിച്ചു പിടിച്ചു. ഒക്കെയും ജെറിമോൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. എൻ്റെ പുണ്യാളിനേക്കാൾ നല്ലവനാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ്റെ സ്നേഹം. എൻ്റെ കുഞ്ഞ് പാവ. അവർ കണ്ണുകൾ തുടച്ചു. അമ്മച്ചി വാ, നമുക്കകത്തേക്ക് പോകാം. ജെറിക്ക് എന്തേലും കുടിക്കാൻ കൊടുക്കണ്ടേ? അവനൊന്നും കൊടുക്കണ്ട. അവനിപ്പം തന്നെ ചോറ് കലത്തിൽ തലയിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അവർ കണ്ണീറൊപ്പിച്ചിരിച്ചു. ജാൻവിയും ഒന്ന് ചിരിച്ചു. അപ്പനും അമ്മയില്ലാത്തതിൻ്റെ വേദന ആരെക്കാളും നന്നായി അറിയുന്ന ആൾ തന്നെയല്ലേ ഈ ഞാൻ. ജെറിയുടെ മനസ്സ് മറ്റാരേക്കാളും തനിക്ക് മനസ്സിലാവും, അവൾ ഓർത്തു. വീൽചെയർ തള്ളി അവൾ അകത്തേക്ക് കയറി. എൻ്റെ വല്യപ്പച്ചോ! ജെറി അയാളെ എടുത്തുയർത്തി വട്ടം കറക്കി. എടാ ചെക്ക, എനിക്ക് തല കറങ്ങും. അവൻ അയാളെ നിലത്ത് നിർത്തി. അപ്പോ വയസ്സായോടോ ഉവേ? അയാൾ മുണ്ടും മടക്കി അങ്ങോട്ട് കുത്തി. ജെറിയെ ഒറ്റ കൈയിൽ തൂക്കിയെടുത്ത് വട്ടം ചുറ്റി. അയ്യോ, എന്നെ നിർത്തേ, എനിക്ക് മനസ്സിലായേ! അവൻ ചിരിയോടെ വിളിച്ചു കൂവി. അയാൾ പൊട്ടിച്ചിരിയോടെ അവനെ താഴെ നിർത്തി. അത് കണ്ട് ചിരിയോടെ നിൽക്കുകയാണ് ജാൻവിയും റാഹേലും. ഇനി ഇവിടെ ഒരോളമാണ്. മോനെ പോലെയല്ല ജെറിമോൻ. മോള് നോക്കിക്കോ. ഇനി ഇവിടെ പെരുന്നാളാ, പെരുന്നാള്. കൊച്ചാമി, ഇന്നെന്താ സ്പെഷ്യൽ? എൻ്റെ കുടല് കരിഞ്ഞ മണം അടിക്കുന്നില്ലേ? ഓ, എനിക്കെങ്ങും അടിക്കുന്നില്ല. ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടി എനിക്കല്ല മോനെ. ദേ, എൻ്റെ കൊച്ചാ ഇപ്പം ഇവിടുത്തെ ഷെഫ്. അയ്യോ ജാൻ, തനിക്ക് കുക്കിംഗ് ഒക്കെ അറിയോ? ആ, ഒരുവിധം. എടാ ചെക്ക, നീ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് കുറ്റം വല്ലതുകൊണ്ടേ പറഞ്ഞാൽ മതി. ഇപ്പം പോയി കുളിച്ചിട്ട് വാ, വിയർപ്പ് നാറിയിട്ട് വയ്യ. വല്യപ്പച്ചാ. അയ്യേ, എടാ നാറി, നീ ഇപ്പോഴും കുളിക്കാൻ മടിയനാണോ? അവൻ ഒന്നിളിച്ചു. കേട്ടോ മോളെ, ഇവൻ കുളിക്കാതെ ഒരു ബോട്ടിൽ സ്പ്രേ മുഴുവൻ തീർക്കുന്ന ഇനവാ. പിന്നെ ഞാനിവനെ നമ്മുടെ കുളത്തിൽ തള്ളിയിടും. അങ്ങനെ ഇവൻ്റെ ശരീരത്തിൽ വെള്ളം പറ്റിക്കാൻ കഴിയൂ. അയാൾ പൊട്ടിച്ചിരിച്ചു. കാര്യമൊക്കെ ശരിയാ, എനിക്കെന്നും കുളിക്കാനൊന്നും വയ്യ. പക്ഷേ ഇന്നെനിക്ക് കുളിക്കണം.
നന്നായി കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങണം. തൊടിയിൽ പോണം, മാവിൽ കയറി മാങ്ങ പൊട്ടിക്കണം, അവിടെ ഇരുന്ന് തന്നെ കടിച്ച് പറിച്ച് കഴിക്കണം. കാന്താരിയും ഉപ്പും കൂട്ടി ചാമ്പയ്ക്ക കഴിക്കണം, കപ്പയും മുളകുടച്ചതും കഴിക്കണം. അങ്ങനെ അങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ വച്ചാ ഇപ്രാവശ്യം നേരത്തെ ഫ്ലൈറ്റ് പിടിച്ചത്. അവൻ്റെ സംസാരം ശ്രദ്ധിച്ചു നിന്ന ജാൻവിക്ക് ജെറിയോട് ഒരിഷ്ടമൊക്കെ തോന്നി. ഇതിനെല്ലാം കൂടെ കൂട്ടാൻ പറ്റിയ ആളാ ദേ ആ നിൽക്കുന്നത്. 5 മണി എന്നുണ്ടെങ്കിൽ പിന്നെ അവൾ പറമ്പില. ജെറി അവളെ നോക്കി. ആണോ ജാൻ? എന്നാ ഇന്ന് നമുക്ക് ഒന്നിച്ചിറങ്ങാം കേട്ടോ. താനെങ്ങനെ മരത്തിലൊക്കെ കയറുവോ? അവൾ ചമ്മി ഒരു ചിരി പാസാക്കി. എന്തൊരു ചോദ്യമാ മോനെ, കയറുവോന്നോ? അവളിവിടെ വന്നേ പിന്നെ വേലന്റെ പണി പോയി എന്ന് വേണം പറയാൻ. ഇവളല്ലേ ഇവിടുത്തെ മരം കയറി. ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ വേണം പെൺകുട്ടികൾ. ഒന്നിനും ആരെയും ആശ്രയിക്കരുത്. ഞാനും അങ്ങനെ പറ്റുന്നെല്ലാം ഒറ്റയ്ക്കങ്ങ് ചെയ്യും. ഡാ, ഇഷാന്റെ സ്വരം കേട്ടതും ജെറി തിരിഞ്ഞു. എൻ്റെ അമ്മോ, ഈ ചെകുത്താൻ ഇവിടെ ഉണ്ടായിരുന്നോ? ജെറി ഓടിച്ചെന്ന് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എടാ നാറി, നീ അങ്ങ് ജിമ്മനായല്ലോ. വെള്ളവടി തുടങ്ങിയോടാ നീ? അവന്റെ കാതിലായി ജെറി ചോദിച്ചു. ഇഷാൻ അവന്റെ വയറ്റിൽ ആഞ്ഞിടിച്ചു. അയ്യോ എടാ തെണ്ടി, എന്തൊരു പഞ്ചാടാ. അപ്പോ ബോഡി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. റാഹേൽ അവരുടെ സ്നേഹപ്രകടനം കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. നിർവൃതി കൊള്ളുന്നുണ്ട്. എന്നാൽ ജാൻവി ഇഷാൻ വന്നതോടെ കിച്ചണിലേക്ക് നടന്നു. അതവൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഡാ വന്നേ, ചോദിക്കട്ടെ, എന്തൊക്കെയാ നിന്റെ വിശേഷം? ജെറി മുകളിലേക്ക് കയറി. ജെറി? യെസ്. എന്താ ജാൻ? ദാ ഇത് കുടിക്ക്. അവൻ അത് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തു. പിന്നൊറ്റ വലിക്ക് കുടിച്ചു. അടിപൊളി. ഇളം കരിക്കാണല്ലേ? എവിടുന്ന് ഒപ്പിച്ചു? അതവള് തന്നെ ഇട്ടതാ. ഹേ, ശരിക്കും? ശരിക്കും താനൊരു സംഭവം തന്നെ. വരട്ടെ, നമുക്ക് പരസ്പരം കൂടുതൽ അറിയാനുണ്ട്. അവളെ നോക്കി സൈറ്റടിച്ച് അവൻ ഇഷാന്റെ തോളിൽ കൈയിട്ട് മേലേക്ക് പോയി. വല്ലാത്തൊരു ക്യാരക്ടറാണല്ലോ വല്യപ്പച്ച. അയാൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. അവളുടെ മുഖത്ത് സംശയം നിഴലിച്ചു. ഉച്ചയോണിരിക്കുമ്പോൾ എല്ലാവർക്കും വിളമ്പി തിരിയാൻ തുടങ്ങിയ ജാൻവിയെ ജെറി വിളിച്ചു. ഹലോ ജാൻ, എവിടെ പോവാ? ഞാൻ പിന്നെ ഇരുന്നോളാം. അതെന്താ, ഇവിടെ ഇപ്പോൾ എല്ലാവരും കഴിക്കുമല്ലേ? അവൻ എണീറ്റ് അവളുടെ കയ്യിൽ പിടിച്ചു. വാടോ. അവൻ അവളെ തൻ്റെ അടുത്തിരുത്തി പ്ലേറ്റ് എടുത്ത് അതിലേക്ക് വിളമ്പി. ഇഷാൻ പല്ലുകൾ കടിച്ചു പിടിച്ചു. ജാൻ, കഴിക്ക്. മോളെ കഴിച്ചോ? ഞങ്ങൾ എത്ര പറഞ്ഞാലും അവൾ ഒറ്റയ്ക്കിരുന്ന് പിന്നെ എപ്പോഴെങ്കിലും കഴിക്കും. അതിനി ഇവിടെ പറ്റില്ലാട്ടോ. ഒരു കുടുംബം എന്നാ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എങ്കിലേ ഐക്യം ഉണ്ടാവൂ, അല്ലേ അങ്കിൾ? അതേടാ മോനെ. എടാ, നീ എന്താ സിമൻറ്റ് കുഴയ്ക്കുവാണോ? പെട്ടെന്നുള്ള ജെറിയുടെ ചോദ്യം ഇഷാൻ ഒന്ന് പതറി. അത് ഞാൻ എന്തോ ഓർത്തിരുന്നു പോയി. ഓ, അല്ലുവിനെ ആയിരിക്കും. അവൻ ജെറിയെ നോക്കി കണ്ണുരുട്ടി. ജെറി മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് നാവിൽ വച്ചു. അയ്യവ, പൊളി. ജാൻ, ഞാൻ നിന്നെ അങ്ങ് കെട്ടിയാലോ എന്നാലോചിക്കുക. ഇഷാൻ ഞെട്ടിപ്പോയി. അവൻ ജെറിയെ നോക്കി. ഫുഡൊക്കെ എന്നാ ടേസ്റ്റാ. ഞാനാണേ ഒരു ഫുഡിയാ. വല്യപ്പച്ച, എന്താ അഭിപ്രായം? നീ കെട്ടിക്കോടാ, എനിക്ക് 100 വട്ടം സമ്മതം. ജേക്കബ് ഉറക്കെ ചിരിച്ചു. എന്താ അങ്കിളെ ഒരു ചിരി? അതേ, ഞാനൊരു പടത്തിലെ സീൻ ഓർത്തുപോയി. ഏത് സീൻ? എടാ, ലാല് പെണ്ണ് കാണാൻ പോയപ്പോൾ അവിടെ കൊടുത്ത പലഹാരം ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ച് കിച്ചണിലേക്ക് പോയി. അവിടുത്തെ കുക്കായ ബാബുരാജിനെ കൂട്ടിക്കൊണ്ടാ ലാല് തിരികെ പോയത്. അതുപോലെ ആകുമോ ഇതും എന്നോർത്ത് ചിരിച്ചു പോയതാ മോനെ. അവിടെ കൂട്ടച്ചിരി ഉയർന്നു. എന്നാ ഇഷാന്റെ മുഖം മാത്രം മുറുകിയിരുന്നു. ഇച്ചാ, ഇച്ചാ, നമുക്കൊരു മൂവിക്ക് പോയാലോ? വേണ്ട ജാനു, നമുക്കൊരു ഡ്രൈവ് പോകാം. ഹേ, നൈറ്റ് ഡ്രൈവോ? അവളുടെ മുഖം സൂര്യനെ പോൽ തിളങ്ങി. ആ, എന്നാ ഞാൻ വേഗം റെഡിയാകാം. ഓക്കെ, നീ ഫ്രഷ് ആവ്. അപ്പോഴേക്ക് ഞാൻ വീട്ടിലൊന്ന് വിളിക്കട്ടെ. എൻ്റെ മുത്താടായിച്ചാ നീ. അവൾ അവനെ കവളിൽ കിള്ളി വലിച്ചു ചിരിച്ചു. അവനും. അവൾ ജീൻസും ടോപ്പും എടുത്ത് ബെഡിലേക്കിട്ട് ബാത്റൂമിൽ കയറി. ബാത്ടബും കെട്ടി കുളിച്ചിറങ്ങിയ അവൾ ടോപ്പ് എടുത്ത് തിരിഞ്ഞു. അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഇഷാൻ. എന്താ മോനെ
ഒരു കള്ളനോട്ടം. അവൾ പുരുകുയർത്തി. അവൻ ചുവടുകൾ മെല്ലെ അവളുടെ അരികിലേക്ക് വെച്ചു. അവളുടെ ഉള്ളൊന്ന് പിടച്ചു. അവൾ പിന്നിലേക്ക് ചുവടുകൾ വച്ചു. അവൻ അവളെ പിടിച്ചു നിർത്തി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തായിച്ചാ? അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. അവൻ അവളുടെ നനവാർന്ന കഴുത്തിൽ മുഖം അമർത്തി. അവൾ വിരലിൽ കുത്തി ഉയർന്നു. ഇച്ച. അവളുടെ ശബ്ദം നേർത്തുപോയി. ജാനു. അവൻ്റെ സ്വരം കാതിൽ പതിച്ചതും അവളുടെ രോമങ്ങൾ പോലും ഉയർത്തെണീറ്റു. അവൻ്റെ കൈകൾ ഇടുപ്പിൽ ചുറ്റുമ്പോൾ അവളുടെ കണ്ണുകൾ പിടച്ചു. ജാനു, അന്നൊരിക്കൽ ഞാനിവിടം കണ്ടു. എന്ത് രസാ. എനിക്കിപ്പോൾ മൊത്തത്തിൽ കാണാൻ കൊതി തോന്നുന്നു. അയ്യടാ. അവൾ അവനെ പിന്നിലേക്ക് തള്ളി. അവൻ ബെഡിലേക്ക് വീണുപോയി. അങ്ങനെ സസ്പെൻസ് പൊളിക്കാൻ ഞാനില്ല. പ്ലീസ് ജാനു, ഒരു തവണ. നീ എന്നിലെ സസ്പെൻസ് നേരത്തെ കണ്ടില്ലേ? ഞാൻ ഫുൾ കാണുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്. ജസ്റ്റ് അവിടെ മാത്രം. ദയിച്ച, എൻ്റെ സ്വഭാവം മാറും. കളിക്കാതെ മാറിയേ. എനിക്ക് ചേഞ്ച് ചെയ്യണം. ഞാൻ മാറില്ല. നീ ചേഞ്ച് ചെയ്തോന്നേ. ആഹാ, അത്രക്കായോ? അവൾ ഡ്രസ്സ് എടുത്ത് തിരിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. ഇച്ച. എന്താടി? ദേ. അവൾ പറയാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾ അടച്ചു പിടിച്ചു. പിന്നെ അവയെ വിഴുങ്ങിക്കളഞ്ഞു. മധുരമിഠായി കഴിക്കുന്ന ലാഘവത്തിൽ അത് നുണഞ്ഞിറക്കി. അല്പം വിടർന്ന ചുണ്ടിന് വിടവിൽ നാവിനെ ചുഴറ്റി. അവളുടെ കണ്ണുകൾ ബുൾസൈ പോലെ തള്ളി വന്നു. തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് വേറൊന്നും വേണ്ട. ദേ, ഈ മധുരമിഠായി മാത്രം മതി. ഇതിലും മധുരമുള്ളത് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ സമയമായിട്ടില്ല. അവൻ്റെ കള്ളച്ചിരി കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവൾ ഒരൊറ്റ മറിച്ചിൽ അവൻ്റെ നെഞ്ചിന് കുറുകെയിരുന്നു. അങ്ങനെ ഇയാൾക്ക് തോന്നുമ്പോൾ വന്നുമ്മിക്കാൻ ഞാനാരാ? ദേ, ഇനിയും എന്നെ ഉമ്മിച്ചാലുണ്ടല്ലോ. അവൾ മൂക്ക് വിറപ്പിച്ചു. ഉമ്മിച്ച, നീ എന്തു ചെയ്യും? അവൾ മുഖം താഴ്ത്തി അവൻ്റെ ചുവന്ന ചുണ്ടിൽ ഒരു കടി വെച്ചു കൊടുത്തു. അയ്യോ, ഈ പട്ടി എന്നെ കടിച്ചു പറിക്കുന്നേ. എൻ്റെ അമ്മോ, ഇച്ച പതിയെ. ആരെങ്കിലും കേൾക്കും. അയ്യോ എൻ്റെ അമ്മോ, ഓടി വായോ, ഇവൾ എന്നെക്ക. അവൾ പെട്ടെന്ന് അവൻ്റെ ചുണ്ടിനെ പൊതിഞ്ഞു. അവൻ മിഴിച്ചുപോയി. അവളുടെ ആ നീക്കം അവൻ പ്രതീക്ഷിച്ചില്ല. അവളുടെ ചുണ്ടിൻ്റെ മാർദ്ദവം അവനെ തരളിതനാക്കി. കമ്പുമിഠായി നുണഞ്ഞെടുക്കും പോലെ അവൾ നുണഞ്ഞെടുത്തു. അവൻ്റെ കൈകൾ എന്തിനെയോ തേടി അലഞ്ഞു. പെട്ടെന്നവൾ അവനിൽ നിന്നും അകന്നു മാറി. രസച്ചരട് മുറിഞ്ഞ അവൻ അവളെ നോക്കി. എന്തേ നിർത്തിയത്? നല്ല ഫീലായിരുന്നു. ഇതിന് ഇത്രയും ഫീലുണ്ടെന്ന് ഞാനിപ്പോഴല്ലേ അറിഞ്ഞത്. ഇനിയും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കള്ളച്ചിരിയോട് അവൻ പറയുമ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? ദേ, ഇമ്മാതിരി വേല കയ്യിലുണ്ടേ, അതങ്ങ് മാറ്റി വച്ചേക്ക്. അവൾ കണ്ണുരുട്ടി. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഇല്ലേ, ഒന്നും ചെയ്തില്ലേ? ഇല്ല. അവൻ നിഷ്കളങ്കത നടിച്ചു. റൂട്ട് എനിക്ക് മനസ്സിലായി. അത് ഞാൻ റൂട്ട് നോക്കി വെച്ചു എന്നേ ഉള്ളൂ. അല്ലാതൊന്നുമില്ലടാ. അവൻ കണ്ണിറുക്കി. അതാ, ആ റൂട്ട് ക്ലിയർ ആക്കണ്ട. അതിനുള്ള ടൈമായില്ല. പിന്നെ അതിനി മുഹൂർത്തം നോക്കണമല്ലോ. നോക്കണം. മുഹൂർത്തം നോക്കി ഒരു മിന്നി കെട്ടി കൂടെ കൊണ്ടുപോയിക്കോ. അപ്പം ഞാൻ ആ റൂട്ടിലേക്കുള്ള ബ്ലോക്ക് മാറ്റിത്തരാം. അതിനു മുന്നേ വല്ല വേണ്ടാതീനവും കാണിച്ചാ ഇച്ച ഞാൻ 22 ഫീമെയിൽ റീമ കല്ലിങ്കലാകുവേ. അവൻ ഞെട്ടിപ്പോയി. എൻ്റെ ജാനു, ഇമ്മാതിരി ഡയലോഗ് വേണ്ട കേട്ടോ. കേട്ടിട്ട് തന്നെ പേടി തോന്നുന്നു. നീ എന്ന ആറ്റം ബോംബ് അതല്ല, അതിനപ്പുറം ചെയ്യുമെന്ന് എനിക്കല്ലാതെ വേറെ ആർക്കാ മോളെ അറിയുക? ഞാൻ കുറേ അനുഭവിച്ചതല്ലേ. അവൻ്റെ പറച്ചിൽ കേട്ടതും അവൾ പൊട്ടിച്ചിരിച്ചു. അവൾ കൈനീട്ടി അവൻ അതിൽ പിടിച്ചെണീറ്റ് നിന്ന്
അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടോ. ഇനിയും എത്ര നാളിങ്ങനെ മൂടി വെക്കും? ഒരു ദിവസം ഞാനെല്ലാം കട്ടെടുക്കും, നോക്കിക്കോ. അവളുടെ മുഖം ചുവന്നു. അവൻ അവളെ തിരിച്ചു. അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു. ശ്യാം, ശ്യാം. അവൻ കണ്ണുകൾ തുറന്നു. എന്താ ജെറി? ഡാ, നീ പറമ്പിലേക്ക് വരുന്നോ? തൻ്റെ സുന്ദരമായ ഓർമ്മകൾ തടസ്സപ്പെടുത്തിയ ദേഷ്യം അവൻ്റെ മുഖത്തുണ്ട്. ഞാനൊന്നും വരുന്നില്ല, നീ വേണേ പോയിട്ട് വാ. എടാ കോപ്പേ, സർവ്വനേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നീ എന്താ അടക്കോഴിയാണോ? ഇഷാൻ അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടാ, ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലേ? എടാ കോപ്പേ, നീ 24 മണിക്കൂറും ഈ ബെഡിൽ തന്നെയല്ലേ? കഴിക്കാനും ബാത്റൂമിൽ പോകാനും അല്ലാതെ നീ ഇവിടെ എണീക്കാറുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത് നീ അടയിരിക്കുവാണെന്ന്. ജെറി, നീ പോയേ, എനിക്ക് നല്ല മൂഡില്ല. എടാ, നിനക്ക് മൂഡ് വരണമെങ്കിൽ ഇപ്പം എന്നതാ വേണ്ടത്? ഒരു ബിയർ മതിയോ? ഞാനോ? ബിയറോ? എന്ന മട്ടിൽ നോക്കണ്ട. എനിക്കറിയാം നീ നല്ല കീറാണെന്ന്. ജെറി ചിരിച്ചു. ഇഷാന്റെ മുഖം ചുളുങ്ങി. ഇനി ഈ ഭാവം ഞാൻ എപ്പോൾ അടി തുടങ്ങി എന്നാണെങ്കിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയടാ. ജെറി ദീർഘശ്വാസം എടുത്തു പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് തൻ്റെ ബാഗിൽ നിന്നും ഒരു ബോട്ടിൽ എടുത്തു. ഞാനൊന്ന് താഴെ പോയിട്ട് വല്ല അച്ചാറോ നട്ട്സോ കിട്ടുമോ നോക്കിയിട്ട് വരാം. ജെറി പോകാനൊരുങ്ങി. ഡാ ജെറി, നിക്ക്. ഇഷാൻ എണീറ്റ് ഡോർ ലോക്കിട്ട് ബെഡിൻ്റെ കീഴിലേക്ക് കുനിഞ്ഞു. അവിടെ എന്താടാ? ഇഷാൻ ഒന്ന് ചിരിച്ചു. നിന്നോട് ഞാനെന്തിനാ വിളിക്കുന്നേ? ചെറിയൊരു പീസ് ഒരു ട്രേ പോലെ അവൻ വലിച്ചു തുറന്നു. ജെറി കണ്ണു മിഴിച്ചു. അതിൽ ഗ്ലാസ്, നട്ട്സ്, ബോട്ടിൽ, സിഗരറ്റ് എന്നിങ്ങനെ തല്ലിപ്പൊളിയ ഒരു ആൺകുട്ടിക്ക് വേണ്ടതൊക്കെ അതിലുണ്ട്. ജെറി അവനെ അമ്പരന്ന് നോക്കി. എടാ, നീ ഇത്രയും പുരോഗമിച്ചെന്ന് അടിയൻ അറിഞ്ഞില്ല. നമിച്ചു പൊന്നോ. ജെറി അവനെ തൊഴുതു. ഇഷാൻ ഒന്നിളിച്ചു. വാ, ഓരോന്നടിക്കാം. ഇഷാനൊക്കെ നിലത്തേക്ക് നിരത്തി. നീ തുടങ്ങിക്കോ, ഞാനൊന്ന് കൺകുളിർക്ക കാണട്ടെ. ജെറി ചെയർ വലിച്ചിട്ടിരുന്നു. ഇഷാൻ ഒരെണ്ണ ഒഴിച്ച് വായിലേക്ക് കമിഴ്ത്തി. ജെറിയുടെ കണ്ണ് ബുൾസെ പോലെ തള്ളി. ഇഷാൻ അടുത്തതൊഴിച്ച് അതേ സ്പീഡിൽ വായിലേക്ക് കമിഴ്ത്തി. അവൻ്റെ കണ്ണ് തള്ളി തള്ളി നിലത്തേക്ക് വീണു പോകുമോ എന്ന് വരെ ജെറിക്ക് തോന്നി. ഇഷാൻ സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പുണ്യാളച്ചൻ തനി സാത്താനായത് നോക്കിയിരുന്ന ജെറി ചാടി എണീറ്റു. എൻ്റെ പൊന്ന് ശ്യാമേ, ഇത് മാത്രം വേണ്ട, എനിക്കിതിൻ്റെ നാറ്റം പിടിക്കില്ല. ജെറി മൂക്കുപൊത്തി. ഇഷാൻ ഉറക്ക ചിരിച്ചു. ജെറി, നിനക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട, നീ ഒരെണ്ണം അടിക്കേ. ജെറി ഒന്ന് ചിരിച്ചു. ഇഷാൻ ശ്യാം ജേക്കബ് എന്ന മരപ്പൊട്ട ബാംഗ്ലൂർ നഗരത്തിൽ ചെന്ന് നീ അവിടുത്തെ സന്തതിയായോ എന്നറിയാൻ ചുമ്മാ ഒന്നിറഞ്ഞതാ. അത് കൃത്യമായി കൊണ്ടു. മാതാവാണേ, ഇന്ന് വരെ ഈ ജെറി ഇതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇത്, ജെറി ബോട്ടിൽ ഉയർത്തി, ഇതെൻ്റെ ഗോഡ് ഫാദറിനും അങ്കിളിനും വേണ്ടി വാങ്ങിയതാ. ഇഷാൻ തരിച്ചിരുന്നു പോയി. അവൻ്റെ കെട്ട് ഒരു നിമിഷം കൊണ്ട് തിരിച്ചിറങ്ങി. എടാ ജെറി, നീ എനിക്കിട്ട് വച്ചതാണല്ലേ? പിന്നെ നീ എന്താ കരുതിയത്? വെറുതെ അങ്ങ് ചോദിച്ചാ പുണ്യാളൻ സത്യം പറയില്ലല്ലോ. അപ്പ പിന്നെ നീ ഏതായാലും എൻജോയ് ചെയ്, ഞാൻ പോട്ടെ. ഡാ ജെറി, നീ എനിക്ക് പാര വയ്ക്കില്ലെന്ന് വിശ്വസിച്ചോട്ടെ? ജെറി കണ്ണിറുക്കി. നിനക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. എൻ്റെ നാവീന്ന് ഇതാരും അറിയില്ല. പക്ഷെ മറ്റാരെങ്കിലും പറഞ്ഞിതറിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്. നീ പറഞ്ഞില്ലേ പിന്നെ വേറെ ആരാ പറയാൻ? നീ ചെല്ല്, ഞാൻ 2 അടിച്ചിട്ടൊന്ന് കിടക്കട്ടെ. ശരി, നീ കണ്ടിന്യൂ ചെയ്തോ. ഞാൻ പോയി ജാൻ ഫ്രീ ആണോ എന്ന് നോക്കട്ടെ. അതെന്തിനാ? എനിക്ക് പറമ്പിലേക്ക് പോകാൻ ഒരു കൂട്ട് വേണ്ടേടാ. അതിനാ. കൂടെ കൂട്ടാൻ പറ്റിയ ആളാ എന്ന് എനിക്ക് കണ്ട നിമിഷം തന്നെ മനസ്സിലായി. ചിരിയോടെ ജെറി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത്? ഉച്ചയ്ക്കും പറഞ്ഞല്ലോ അങ്ങനെ എന്തോ. ഞാൻ നിന്നെ അങ്ങ് കെട്ടട്ടെ. ജെറിയുടെ സ്വരം കാതിൽ അലയടിച്ചു. അവനിനി അവളെ... അയ്യോ! ഇഷാൻ ചാടി എണീറ്റ് ഒക്കെയും കട്ടിലിന് കീഴേക്ക് തള്ളി പെട്ടെന്ന് ബാത്റൂമിൽ കയറി. ജാൻ, എന്താ ജെറി? ടൈം നോക്ക്, നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങിയാലോ? അവൾ ചിരിച്ചു. ജെറിക്ക് കോഫി വല്ലതും? വേണ്ട ജാൻ, ഇപ്പോ വേറെ ചിലതാ വേണ്ടത്. അതിന് പറമ്പിൽ പോണം. ശരി, ദാ വരുന്നു. അവൾ കിച്ചണിൽ പോയിട്ട് വേഗം വന്നു.
ജെറി, വാ പോകാം. എല്ലാവരും ഉച്ചമയക്കത്തിലാ. നമുക്ക് അരമണിക്കൂർ കിട്ടും. പറമ്പിലെത്തിയ ജെറി ആദ്യം പോയത് വിളഞ്ഞു നിൽക്കുന്ന പൈനാപ്പിളിൻ്റെ അടുത്തേക്കാണ്. ജെറി, അത് പാകമായില്ല. അവൻ ചിരിയോടെ അത് പൊട്ടിച്ചെടുത്തു. പിന്നെ മതിലിൽ ഇടിച്ചു പൊട്ടിച്ച് വിടർത്തിയെടുത്തൊരു ഭാഗം അവൾക്ക് നേരെ നീട്ടി. ഇതൊന്ന് കഴിച്ചേ. അവൾ അതൊന്ന് കടിച്ചു. ജെറി, സൂപ്പർ. ആ, അതാണ്. പഴുക്കും മുന്നേ ഇതിങ്ങനെ ചതച്ച് പൊട്ടിച്ച് കഴിക്കുന്നത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാ. ജെറി, കുറച്ചുകൂടി താ. ശേ, ഇതെനിക്കറിയില്ലായിരുന്നു. ഇല്ലേ ഞാൻ എപ്പോഴേ പൈനാപ്പിൾ കാലിയാക്കിയാനേ. ജെറി ചിരിച്ചു. എൻ്റെ കുഞ്ഞിലെ എന്നെ ഇവിടെ ആക്കിയിട്ട് എൻ്റെ അമ്മച്ചി അപ്പച്ചനും പോയി. അന്ന് ഞാൻ കരയുമ്പോൾ എൻ്റെ ശ്യാം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. ശ്യാമോ? ആ, ഇഷാൻ. ഞാൻ മാത്രം അവനെ ശ്യാം എന്നാ വിളിക്കുക. അവനെന്ന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ചക്രം വച്ചുള്ള വണ്ടി ഉണ്ടാക്കുക, കൊച്ചു കുടില് കെട്ടുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ വിനോദം. ഞാനിന്നും ആ പയ്യനാ. എനിക്ക് ഇവിടെയാണിഷ്ടം. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ശ്യാമ. ശ്യാമോ? ആ, ഇഷാൻ. ഞാൻ അവനെ ശ്യാം എന്നാ വിളിക്ക, പറഞ്ഞില്ലേ? ഈ വലിയ മരത്തിൽ കുറുകെ തടികെട്ടി വല്യപ്പച്ചൻ ഊഞ്ഞാല് കെട്ടിത്തരും. അന്നത്തെ ഞങ്ങളുടെ സന്തോഷം. അതൊക്കെ ഓർക്കുമ്പോൾ ഇന്നെൻ്റെ ശ്യാം ഒരുപാട് മാറിപ്പോയി, അല്ലേ ജാൻ? എനിക്കവിടെ മടുത്തു. ഒറ്റയ്ക്കുള്ള ജീവിതം നരകമാണ്, അല്ലേ ജാൻ? അവൾ തലയാട്ടി. ഞാനിങ്ങനെ സെൻ്റി അടിച്ചിരിക്കുമ്പോഴാ വല്യപ്പച്ചൻ്റെ വിളി, അടുത്ത ഫ്ലൈറ്റ് പിടിച്ചോളാൻ. എനിക്ക് സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. പിന്നെ കണ്ണിൽ കണ്ടതും കയ്യിൽ കിട്ടിയതും വാരി വലിച്ചെടുത്ത് ഓരോ ഓട്ടം. സത്യം പറയാലോ ജാൻ, കുളിച്ചതുപോലുമില്ല. അവൻ്റെ പറച്ചിൽ കേട്ടതും അവൾ ചിരിച്ചുപോയി. വാ, നമുക്കിനി മാവേൽ അറ്റാക്ക് ചെയ്യാം. അവരെ തിരക്കി പറമ്പിലേക്ക് ഓടിക്കിതച്ചു വന്ന് ഇഷാൻ കാണുന്നത് ചാഞ്ഞ മരക്കൊമ്പിലിരുന്ന് മാങ്ങ കഴിക്കുന്നവരെയാണ്. ഈ തെണ്ടിക്ക് ഇതുവരെ പ്രായപൂർത്തിയായില്ലേ? പണ്ടത്തെ പോലെ തന്നെയുണ്ട്. ഇഷാൻ പെറുപിറുത്തു. ജാൻ, ഇത് കഴിക്കേ. ഒരു കഷ്ണം അവൻ അവളുടെ നേർക്ക് നീട്ടി. അവളത് ചിരിയോടെ വായ തുറന്നു വാങ്ങി. ഇഷാന്റെ മുഖം ഇരുണ്ട് കയറി. ജെറി! അതൊരലർച്ചയായിരുന്നു. അവർ ഞെട്ടിപ്പോയി. എന്താടാ പന്നി, പേടിച്ചു പോയല്ലോ. അത് ഞാൻ പെട്ടെന്ന്. അവനൊന്ന് പതറി. നിനക്ക് മാങ്ങ വേണോ? അവൻ അവളെ ഒന്ന് നോക്കി. ആ വേണം, കുറേ ആയില്ലേ ഇങ്ങനെയൊക്കെ. അവൻ വന്ന് കൊമ്പിൽ ചാടിക്കയറി. ഇപ്പോഴാടാ നീ എൻ്റെ പഴയ ശ്യാമു ആയത്. ജെറി അവനെ കെട്ടിപ്പിടിച്ചു. ജാൻവി പെട്ടെന്ന് ചാടിയിറങ്ങി. എന്താ ജാൻ? അവരൊക്കെ എണീറ്റുണ്ടാവും, ഞാൻ പോവാ. താൻ വന്നതുകൊണ്ട് അവൾ പോയതെന്ന് ഇഷാന് മനസ്സിലായി. അവന് അതെവിടെയോ ഒന്ന് കൊണ്ടു. ഷെടാ, ജാൻ പോയി. അതൊരു പാവമാ, അല്ലേ ശ്യാമു? അവനൊന്ന് മൂളി. ജെറി അവളെ നോക്കി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഇഷാൻ അവനെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. എടാ ജെറി, എന്താടാ? ലൈൻ വലിക്കാൻ വല്ല ഉദ്ദേശവും? ആ, വരട്ടെ. അറിഞ്ഞിടത്തോളം ഓക്കെയാണ്. ബാക്കി കൂടി അറിഞ്ഞിട്ട് വേണം. എന്തിന്? അല്ല, കൂടെ കൂട്ടണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ. അത് വേണ്ട ജെറി. അതെന്താടാ? വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. അതെനിക്കിഷ്ടമല്ല. ഓ പിന്നെ, നിനക്കിഷ്ടമല്ലെങ്കിൽ എനിക്കെന്താ? വല്യപ്പച്ചൻ സമ്മതിച്ചാൽ ചിലപ്പോൾ അവളെയും കൊണ്ടാവും ഞാൻ തിരികെ പറക്കുക. ഇഷാന്റെ മുഖം ചുവന്നു കയറി. എന്താടാ നിനക്ക്? അടുത്ത മാസം നിന്റെ കെട്ട് നടക്കും. ഞാനും നിന്റെ പ്രായവാ. എനിക്കും വേണ്ട ഒരു കൂട്ട്. അതിപ്പോ ജാൻ എനിക്ക് ഓക്കെയാണെന്ന് തോന്നിയാ നിന്റെ മാരേജിന്റെ കൂടെ എൻ്റെ നടത്താലോ. എത്ര നാളായടാ ഞാനും UK ഒറ്റയ്ക്ക്. ജാൻവി വേണ്ട, അവളെ വിട്ടേക്ക്. അവൻ ബാക്കി പറയാതെ വിഴുങ്ങി. ജെറിയെ നോക്കാതെ ചാടി ഇറങ്ങി നടന്നു. ജെറി ഒന്ന് പുഞ്ചിരിച്ചു. പൊട്ടൻ. കിച്ചണിൽ കോഫിക്ക് പാലും വെച്ച് അതിൽ നോക്കി നിൽക്കുമ്പോൾ പിന്നിലൊരനക്കം കേട്ട് ജാൻവി തിരിഞ്ഞു. ശരീരത്തിൽ മുട്ടിയില്ല എന്ന മട്ടിൽ ഇഷാൻ. അവളൊന്ന് പകച്ചു. എന്താ? പെട്ടെന്നവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു.
എന്താടി നിന്റെ ഉദ്ദേശം? അവനെയും കെട്ടി അങ്ങ് UK പറക്കാനോ? അവളുടെ കണ്ണുകൾ കൂർത്തു. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? ഇനി അവൻ്റെ കൂടെ പറമ്പിലും തൊടിയിലും ചുറ്റി നടന്നാ ഉണ്ടല്ലോ. നടന്നാ താൻ എന്ത് ചെയ്യും? എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ളിടത്തൊക്കെ ഞാൻ പോവും. അത് ചോദിക്കാൻ താനാരാ? അവൻ്റെ കണ്ണുകൾ ചുവന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേടി? ഇല്ല, താൻ ആരാന്ന് എനിക്കറിയില്ല. ആ മറുപടി അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി. കുത്തിപ്പിടിച്ച വിടർന്ന ചുണ്ടുകളെ അവൻ അമർത്തി കടിച്ചു. അവൾ അവനെ ശക്തിയിൽ തള്ളി. അവൻ്റെ കൈ മുറുകി. തന്നിലേക്ക് അവളെ അമർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ വലിച്ചു നുണഞ്ഞു. ഒപ്പം കൈകൾ മുറുകി. അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉപ്പുരസമറിഞ്ഞതും അവൻ പിടിവിട്ടു. ഇപ്പം മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഇനിയും അവൻ്റെ കൂടെ നിന്നെ കണ്ട, വിരൽ ചൂണ്ടി താക്കീതോടെ അവൻ പറഞ്ഞു. നിനക്ക് വേറെ പെണ്ണിനെ ഉറപ്പിച്ചു വെച്ചേക്കുമല്ലേ? എന്നിട്ടാണോ എന്നോട് നീ ഇങ്ങനെ? അവൾ ചോദിച്ചതും അവൻ്റെ മുഖം വല്ലാതായി. ഇവിടേക്ക് വരുമ്പോൾ എനിക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരുടെയും മുന്നേ നിന്റെ മുഖം മൂടി വലിച്ചു കയറണമെന്ന്. പക്ഷെ ഇവിടെയുള്ള ഓരോ മനുഷ്യരും സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഒന്നിനും കഴിഞ്ഞില്ല. അവരുടെ വേദന ഞാൻ കാരണം ആകരുതെന്ന് തോന്നി. അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. നീ എപ്പോഴും പുണ്യാളം ചമഞ്ഞ് നടക്കുന്നതും. പക്ഷേ ഇനി നീ എൻ്റെ നേരെ വന്നാ ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. അതിലിടപെടാൻ നിനക്കൊരവകാശവും ഇല്ല. നിനക്ക് അവകാശിയായ മറ്റൊരു പെണ്ണുണ്ട്. നീ അവളുടെ കാര്യം നോക്കിയാൽ മാത്രം മതി. ജാൻവി ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി. പെട്ടെന്നവൻ ആ വിരലിൽ പിടിച്ചു മടക്കി. ഞാൻ ആരുടെ കാര്യം നോക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും നീ ചെയ്താ അറിയാലോ എന്നെ. പഴയതൊന്നും അത്ര വേഗം മറക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ നിന്നെ എവിടെ എത്തിച്ചതും. നിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു അവകാശം ഉണ്ടെങ്കിൽ അതെനിക്ക് മാത്രം. അവൻ അവളുടെ മുടിയിൽ കൈ കടത്തി പിന്നിലേക്ക് വലിച്ചു പിടിച്ചു. അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു. അവളൊന്ന് പിടഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ കർണഞരമ്പിൽ പതിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവളിലെ പിടിവിട്ട് ആ കണ്ണുകളിലേക്കൊന്ന് നോക്കി. പിന്നെ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഖം അമർത്തി. റൂമിലെത്തിയ ഇഷാൻ കട്ടിലിൻ്റെ കീഴിൽ നിന്നും കുപ്പിയെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. അവളെ ജെറി നോക്കി എനിക്കെന്താ? അവളെ ഉപേക്ഷിച്ച് വന്നതല്ലേ ഞാൻ. വേറെ ഒരു പെണ്ണിനെ കെട്ടാൻ സമ്മതം മൂളിയതല്ലേ. പിന്നെ എന്താ എനിക്ക്? പ്രേമം നടിച്ചതല്ലേ, അല്ലാതെ ആത്മാർത്ഥ പ്രണയമൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ നിനക്കെന്താ ഇഷാൻ? പക്ഷേ എനിക്കത് പറ്റുന്നില്ല. അവളുടെ കണ്ണുകൾ, അവളുടെ ചുണ്ട്, അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ സമനില തെറ്റും പോലെ. അവളെ കൂടുതൽ ചേർത്ത് നിർത്താൻ മനസ്സ് വെമ്പുന്നത് പോലെ. ജാനു, നിന്നോടെനിക്ക് പ്രണയം തന്നെയാണോ? പക തീർക്കാൻ പ്രണയം കരുവാക്കിയ എനിക്ക് നിന്നെ നാണം കെടുത്തി എനിക്കിപ്പോൾ നിന്നെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നോ? ജെറി നിന്നോട് അടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നീ എൻ്റേതല്ലേടി. അപ്പോൾ നീ മറ്റൊരാളുടെ കൂടെ? എനിക്കത് സഹിക്കില്ല. കൊന്നു കളയും ഞാൻ. അവൻ ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഓരോന്നും പറഞ്ഞുകൊണ്ട് കുപ്പി വായിലേക്ക് കമിഴ്ത്തി. കുപ്പി നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് വീണു. കുപ്പിയുടെ ശബ്ദം കേട്ടതും വല്യപ്പച്ചൻ മുകളിലേക്ക് നോക്കി. ജെറി കണ്ണ് കാണിച്ചു. അപ്പച്ച, എന്താ ഒരു ശബ്ദം? എന്നതാ ഉടഞ്ഞത്? അത് എൻ്റെ ജെറിമോൻ ഒരു കുപ്പി കൊണ്ടുവന്നിരുന്നു. എനിക്കും ജേക്കബിനും വേണ്ടി. മിക്കവാറും നിന്റെ പുണ്യാളൻ അതെടുത്ത് പൊട്ടിച്ചതാക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിപ്പോയി. അവരുടെ ചിരി കണ്ടതും ജെറിക്ക് വേദനിച്ചു. കൊച്ചാമി. വല്യപ്പച്ചൻ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. പിന്നെ കണ്ണടച്ച് കാണിച്ചു. മോള് ചെല്ല്, ആ കൊച്ച് അവിടെ ഒറ്റയ്ക്കാ. അവർ വീൽ ചെയർ തള്ളി കിച്ചണിലേക്ക് പോയി. മുഖം പൊത്തി നിലത്തിരിക്കുന്ന അവളെ കണ്ടതും അവർ പരിഭ്രമിച്ചു. മോളെ അമ്മച്ചി. മുട്ടിലുയർന്ന അവൾ അവരെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. എന്നതാ മോളെ, ഇങ്ങനെ കരയാൻ മാത്രം എന്നതാ ഉണ്ടായേ? അവർ അവളെ തലോടി. അവളുടെ മുഖം പിടിച്ചെടുത്ത്
മുഖത്തേക്ക് നോക്കി. ചുണ്ടിൽ രക്തം കിനിഞ്ഞു കിടക്കുന്നത് കണ്ടതും അവരുടെ മുഖം ചുളുങ്ങി. ജാൻവി, എന്താ ഉണ്ടായത്? അവരുടെ ശബ്ദം കനത്തു. അവൾ കണ്ണീരോടെ അവരെ നോക്കി. എന്താ നീയും ഇഷാനും തമ്മിൽ? അവരുടെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടി. അമ്മച്ചി, പറ, എനിക്കറിയണം. ഞാൻ നിന്റെ അമ്മച്ചിയല്ലേ? മനസ്സിലടക്കി വച്ചതൊക്കെ പറഞ്ഞു. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. ഞാനൊരമ്മച്ചിയാ. എനിക്ക് മനസ്സിലാകും. ഞാൻ പറയാം അമ്മച്ചി.